മാർച്ച് 2 ന്യൂഡൽഹി. ജ്ഞാനദളം 244. വാർത്താപ്രളയം. ഈ ആഴ്ച അത്രയ്ക്കധികം വാർത്തകൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഒരു വാർത്താപ്രളയം മാത്രമാണ് അയക്കുന്നത്. ഗുരുദേവിന്റെ കണക്കനുസരിച്ചു പോലും വളരെയധികം തിരക്കുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ വെള്ളിയാഴ്ച ഗുരുദേവ് ഒരേ ദിവസം തന്നെ 3 സത്സംഗുകളെ അഭിസംബോധന ചെയ്തു. അത് തുടങ്ങിയത് ഇഞ്ചില്ല എന്ന ഗ്രാമത്തിൽ ആയിരക്കണക്കിന് ഗ്രാമീണർക്കിടയിൽ നടന്ന സത്സംഗിൽ നിന്നാണ്. പിന്നീട് ബൽഗാമിലെ ഭക്തർക്കൊപ്പം അല്പസമയം ചെലവഴിച്ചതിനു ശേഷം എങ്ങും ഭജനകളുടെ ധ്വനി അനുരണനം ചെയ്യുന്നതിനോടൊപ്പം ഗോവയിലെ നാഗരികരായ ധനാഢ്യരുടെ അടുത്തേക്ക്. ഗുരുദേവിന്റെ 2 വർഷം കഴിഞ്ഞുള്ള സന്ദർശനത്തിന് അഹമ്മദാബാദ് ആവേശഭരിതമായിരിക്കുകയായിരുന്നു. ഇതിനെ ഏറ്റവും വലിയ സത്സംഗാക്കാൻ ഗുജറാത്തിലെ എല്ലായിടത്തുമുള്ള ടീച്ചർമാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുരുദേവ് ലൈവായി നൽകിയ സുദർശന ക്രിയയിൽ അന്ന് രാവിലെ 25,000 പേർ പങ്കെടുത്തു. അതീന്ദ്രിയമായ ഒരു താളമാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. തീവ്രങ്ങളായ അനുഭവങ്ങളും ശക്തമായ സൗരഭ്യങ്ങളും കാലാവസ്ഥയിൽ മാറ്റവുമെല്ലാം അനുഭവപ്പെട്ടു. ഇതേ സമയം നേരെ മുകളിൽ 3 പരുന്തുകൾ ചുറ്റിപ്പറന്നു. അവയോടൊപ്പം വേറെ പക്ഷികളും ചേർന്നു. തങ്ങളുടെ അതുവരെയുള്ള ജീവിതാനുഭവങ്ങളെക്കാളൊക്കെ മഹനീയമായിരുന്നു ഇത് എന്ന് പലരും പറഞ്ഞു. ക്രിയക്കു ശേഷം അതിൽ പങ്കെടുത്തവർക്ക് ഗംഭീരമായ ഒരു മധ്യാഹ്ന വിരുന്നും നടന്നു. വളണ്ടിയർമാരുടെ ശൃംഖല എല്ലാവർക്കും ആഹാരമെത്തിക്കാൻ 60 കൗണ്ടറുകളാണ് സംഘടിപ്പിച്ചത്. വൈകുന്നേരമായപ്പോഴേക്കും അതേ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഗുരുദേവൻ ഇരിക്കാനുള്ള ഒരു കൂറ്റൻ താമര നിർമ്മിച്ച സ്റ്റേജുള്ള സത്സംഗ് വേദിയായി. ഗ്രൗണ്ടിലാകമാനം വീഡിയോ സ്ക്രീനുകളായിരുന്നു. പരിപാടി ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ ഉത്സാഹത്തോടെ ആളുകൾ ഒഴുകിയെത്തി. ആകെ അവിടെ 20,000 പേർ സന്നിഹിതരായിരുന്നു. വണ്ടികൾ വഴിതിരിച്ചു വിടാനുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ട്രാഫിക് പോലീസ് നൽകിയിരുന്നതിനാൽ അലങ്കോലമൊന്നുമില്ലാതെ പരിപാടി സമാപിച്ചു. ധ്യാന സമയത്ത് 27 മിനിറ്റ് നേരം പൂർണ്ണമായ നിശ്ചലതയ്ക്ക് ശേഷം ആളുകൾ ഹൃദയം തുറന്ന് പാടാനും നൃത്തം ചെയ്യാനും തുടങ്ങി. 500 പോലീസുകാരെ മാത്രമാണ് പരിപാടികൾ നിയന്ത്രിക്കാൻ ചുമതലപ്പെടുത്തിയതെങ്കിലും ആൾക്കൂട്ടം വളരെ ആനന്ദത്തോടെയും അച്ചടക്കത്തോടെയും പെരുമാറിയതു കാരണം പോലീസുകാർക്ക് ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല എന്ന് സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. പോലീസുകാർ ആളുകളെ ആലിംഗനം ചെയ്തു. മാത്രമല്ല, യൂണിഫോമിലായതുകൊണ്ട് മാത്രമാണ് തങ്ങൾ നൃത്തത്തിൽ പങ്കുചേരാത്തത് എന്നും അവർ തുറന്നു പറഞ്ഞു. ദ്വാരക നഗരത്തിലെ മഹാപുരോഹിതർ ഗുരുദേവിനെ കാണാൻ വരികയും ക്ഷേത്ര വിഗ്രഹത്തെ അണിയിച്ച മിന്നിത്തിളങ്ങുന്ന കിരീടം ഗുരുദേവിന്റെ ശിരസിൽ അണിയിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മാഹി നദീതീരത്ത് ഗുജറാത്ത് ആശ്രമത്തിന് തറക്കല്ലിട്ടു. വിദ്യാസാഗറിൽ കുറച്ചുനേരം മാത്രം നീണ്ടുനിന്ന ഒരു സത്സംഗിനു ശേഷം 3000-ലേറെ ആർട്ട് എക്സൽ യുവജനങ്ങളെ ഗുരുദേവ് അഭിസംബോധന ചെയ്തു. അവിടെ നടന്ന ഏറ്റവും മെച്ചപ്പെട്ട ചോദ്യോത്തര പരിപാടിയിൽ കുട്ടികളും ജ്ഞാനികളും തമ്മിൽ നർമ്മം നിറഞ്ഞ വാക്യശകലങ്ങൾ കൈമാറി. ലൈവായ ബാൻഡുമായി ജാംനഗറിൽ ഉത്സാഹത്തോടെ ഭക്തർ ഗുരുദേവിനെ കാത്തുനിന്നു. പുരാതനമായ ദ്വാരകാധീശ ക്ഷേത്രത്തിൽ വിഷ്ണു യജ്ഞത്തിനായി കൃഷ്ണന്റെ തലസ്ഥാനമായ ദ്വാരകയിലേക്ക് ഗുരുദേവ് സന്ദർശനം നടത്തി. ദ്വാരകാ നഗരിയിലെ തെരുവുകളിലൂടെ കുതിരവണ്ടിയിൽ ഗുരുദേവ് ചുറ്റവേ നഗരം മുഴുവൻ നൃത്തം വെച്ചു. അന്ന് വൈകുന്നേരം അഹമ്മദാബാദിലേക്ക് തിരിക്കുന്നതിനു മുമ്പ് ജാംനഗറിൽ മറ്റൊരു സത്സംഗ് നടന്നു. ആനന്ദം നിറഞ്ഞ അവരെല്ലാം ഇപ്പോൾ ഋഷികേശിലേക്കുള്ള യാത്രാമധ്യേ ഡൽഹിയിലാണ്. പിൻകുറിപ്പ്: ഈയിടെ നമ്മുടെ ഭക്തരിൽ ഒരാളുടെ മകൾ 3-ാം നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയുണ്ടായി. തങ്ങളുടെ വീട്ടിലെ ഫോട്ടോയിലുള്ള താടിക്കാരനായ അങ്കിൾ തന്നെ പിടിച്ചുവെന്ന് അവൾ മാതാപിതാക്കളോട് പറഞ്ഞു. ഒരു പോറലുമേൽക്കാതെ അവൾ രക്ഷപ്പെട്ടു. മുന്നറിയിപ്പ്: ദയവ് ചെയ്ത് ഇത് നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിക്കാതിരിക്കൂ. ജയ് ഗുരുദേവ്.